അവസാന ക്ലൈമാക്സ് ഒക്കെ ഒരു പമ്പൻ ടിസ്റ്റ്, അതാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഒരു പ്രേക്ഷകനും രീതിക്കാത്ത രീതിയിലുള്ള ഒരു ക്ലൈമാക്സ് ആണ്. ഒരു സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ എൻഗേജിംഗ് ആയിരുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അല്ല, ഭയങ്കര നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട് പടം. മലയാളികൾക്ക് CBI സീരീസിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് മലയാളികൾ കണ്ട് ശീലിച്ചിട്ടുള്ളത്. പക്ഷേ മമ്മൂട്ടി കമ്പനിയും എന്ന് പറയുന്നതാണ് നമുക്ക് ഈ പടം കാണാൻ പ്രേരിപ്പിച്ച ഒരു ഘടകം. പക്ഷേ 100% നീതി പുലർത്തി. കാണുന്ന അവസാന ക്ലൈമാക്സ് ഒക്കെ ഒരു പമ്പൻ ടിസ്റ്റ്, അതാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. എന്തായാലും നല്ല പടമാണ്. മലയാളികൾക്ക് ഒരുപാട് നല്ല സിനിമകൾ സംഭാവന ചെയ്ത ഒരു കമ്പനിയാണ് മമ്മൂട്ടി കമ്പനി. നൻപകൽ നേരത്തെ മയക്കം, റോഷാക്ക് പോലുള്ള സിനിമകൾ നൽകിയാണ്. ഗൗതം മേനോനും മമ്മൂക്കയും തമ്മിൽ ആദ്യമായിട്ട് ഒന്നിക്കുമ്പോൾ ആ സിനിമയ്ക്കകത്ത് എന്തെങ്കിലും ഒരു കാണും. ഫസ്റ്റ് ഹാഫ് സിനിമ വളരെ ഹ്യൂമർ ടച്ചിലേക്ക് പോവുകയും സെക്കൻഡ് ഹാഫ് ഒരു കുറ്റാന്വേഷണ രീതിയിലേക്കും, ക്ലൈമാക്സ് ഒരിക്കലും ഒരു പ്രേക്ഷകനും രീതിക്കാത്ത രീതിയിലുള്ള ഒരു ക്ലൈമാക്സ് ആണ്. 2025 മമ്മൂക്കയുടെ ആദ്യ സിനിമ ഒരു മെഗാ ഹിറ്റ് ആണെങ്കിൽ, പ്രത്യേകിച്ച് ഇതിനകത്ത് ഗോകുൽ സുരേഷും അതിലുള്ള ഹീറോയിനും വളരെ മനോഹരമായി തന്നെ തൻ്റെ കഥാപാത്രം ഒരു സൂപ്പർ ഹിറ്റ് മൂവി തന്നെ ആയിരിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് വാച്ച് ചെയ്യുക. നമ്മുടെ ഗൗതം വാസുദേവൻ്റെ ആ ഒരു ടച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ എൻഗേജിംഗ് ആയിരുന്നു. അങ്ങനൊരു ബോറടി കാര്യങ്ങളൊന്നുമില്ല. നല്ല മൂവി. നമുക്ക് അടിപൊളിയായിരുന്നു. തിയേറ്ററിൽ എല്ലാവരും നല്ല രസമുണ്ട്. വന്ന് തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. കൊള്ളാം, നല്ല മൂവിയാണ്. കൊള്ളാം, കുഴപ്പമില്ല, നല്ല മൂവിയാണ്. എന്ത് പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ ആ സ്ക്രീൻ പ്രസൻസാണ്, മമ്മൂക്കയുടെ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള സിനിമ. അത് മമ്മൂക്കാക്ക് തന്നെ അത് പറ്റുന്നുള്ളൂ. പക്ഷേ അത് മാത്രമല്ല ഞാൻ പറയുന്നത്, ഈ പടം വന്നിട്ട് ത്രില്ലർ ജോർണറിൽ പെടുന്ന ഒരു ഫിലിമാണ്. അപ്പോൾ അത് നമ്മൾ ചെറിയൊരു ഫ്ലോയിൽ മാത്രമാണ് പോകുന്നത്. വലിയ എക്സ്പെക്റ്റേഷനോടുകൂടി പോയിട്ട് കാര്യമില്ല. നമ്മളൊരു ഫ്ലോയിൽ അങ്ങ് പോകുന്നുണ്ട്, ചെറിയൊരു രീതിയിൽ അങ്ങ് പോകുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അല്ല, ഭയങ്കര നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. അത് ചിലർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടാം. പക്ഷേ എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ടെന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ഷമയോട് ഇരുന്ന് കാണുക എന്നുള്ളത് മാത്രമേ. കൊള്ളാം. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന മൂവിയൊക്കെ തന്നെയാണ്. പക്ഷേ യൂഷ്വൽ ത്രില്ലർ പോലെ മറ്റേ ഭയങ്കര സീരിയസ് മോഡല്ല, ചിരിക്കാനൊക്കെ ഉണ്ട്. ഒരു മിക്സാണ്. എന്തോ കൊള്ളായിരുന്നു. നല്ലോണം ആക്ട് ചെയ്തിട്ടുണ്ട് പുള്ളി. അത് വർക്ക് ആകുന്നുണ്ട് അവരുടെ.